നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് ജയിച്ചാലേ ലാമിനെ യമാൽ വല്ലാത്തൊരു പ്രോമിസ് നടത്തുന്നുണ്ട്. വേൾഡ് കപ്പ് ജയിച്ചാൽ ഫുൾ കട്ടത്താടി വെക്കും, എന്നിട്ട് മീശയും വെക്കും. യമാലിന് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ താൻ താടി വളർത്തും, വേൾഡ് കപ്പ് ജയിച്ചാൽ താടി വളർത്തും എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു ലാമിനെ യമാൽ. ഇഫ് ഐ വിൻ വേൾഡ് കപ്പ് I will let my beard grow for 3 weeks. 3 ആഴ്ചയ്ക്കുള്ളൂ കേട്ടോ. 3 ആഴ്ച നീണ്ട താടിയും വെക്കും, അതുപോലെ എൻ്റെ മീശ വെക്കുന്നും കൂടി അദ്ദേഹം ഇത് പറയുന്നുണ്ട്. ആൻഡ് ഐ വിൽ ഗീവ് 100 ബീറ്റ്സ് അവേ എന്ന് കൂടി പറയുന്നു. ഏതായാലും യമാൽ വേൾഡ് കപ്പ് കളിക്കാനുള്ളൊരു ആവേശത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഈ ഒരു വേൾഡ് കപ്പിന് പോകുമ്പോൾ തീർച്ചയായിട്ടും യമാലിനൊരു ഐഡോളുണ്ട്. ആ ഐഡോളിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ഞാൻ ബാഴ്സലോണയുടെ താരമല്ലാത്തൊരു താരത്തെ പുറമെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഐഡോളിനെയാണ്, നെയ്മർ. ഐ എൻജോയ് വാച്ചിങ് നെയ്, ഹീസ് മൈ ഐഡോൾ. പിന്നെ അതുകൂടാതെ അദ്ദേഹം ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്ന താരങ്ങൾ ഡോക്കുവും റയാൻ ചെർക്കിയുമാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഫുട്ബോളിന് പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് 3 നിമിഷങ്ങൾ അദ്ദേഹം പറയുന്നത് പാരീസിൽ ബൈക്ക് ഓടിച്ച് നടന്നത്. പാരീസിലൂടെ ഞങ്ങൾ ബൈക്ക് ഓടിച്ച് നടക്കുകയുണ്ടായി ഒരു ദിവസം. അതുകൂടാതെ തന്നെ റീസെൻ്റ്ലി ഡ്രിങ്ക്സിന് പോയ ഒരു ദിവസം, ഹോൾ ആഫ്റ്റർനൂൺ ആൻഡ് നൈറ്റ് ഡ്രിങ്കിങ് സംതിങ്. അത് ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നു. മറ്റൊരു 3-ാമത്തെ ദിവസം അദ്ദേഹം പറയുന്നത് പാരീസിൽ പോയിട്ട് കുടിച്ചതാണ്. ഞങ്ങൾ അങ്ങനെ കുടിക്കുക, ക്ലോത്ത്സ് വാങ്ങുക, പിന്നെ സ്കേറ്റ് ബോർഡ് ഓൾ അറൗണ്ട് പാരീസ് സ്കേറ്റ് ബോർഡിൽ കറങ്ങി. ഇതൊക്കെയാണ് തൻ്റെ ഫുട്ബോളിന് പുറത്തുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്നുകൂടി അദ്ദേഹം പറയുന്നു. 3 ദിവസങ്ങൾ എന്നുകൂടി അദ്ദേഹം പറയുന്നു. പിന്നെ ഫുട്ബോളിൽ ഡെബ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന യുവതാരങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം കാണുക, ആ സ്വപ്നത്തിനായിട്ട് വർക്ക് ചെയ്യുക. അത് ചിലപ്പോൾ 16-ാമത്തെ വയസ്സിലോ 27-ാമത്തെ വയസ്സിലോ എപ്പോഴാവട്ടെ നിങ്ങളുടെ ഡെബ്യൂ നടക്കട്ടെ, ആ സ്വപ്നം നിങ്ങൾ വിടാതെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുകൂടി അദ്ദേഹം പറയുന്നു. പിന്നെ കയ്യിൽ ആ ബാൻഡേജ് കിട്ടുന്നത് പലർക്കും എന്താ സംഭവം എന്ന് ഒരു സംശയം ഉണ്ടാവില്ല. അതിനെക്കുറിച്ചൊരു വിശദീകരണം ലാമിനെ യമാൽ നടത്തുന്നുണ്ട്. അത് കരീം ബെൻസീമയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻസ്പിറേഷനാണെന്ന്. ബെൻസീമ എന്തുകൊണ്ട് കിട്ടുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ യമാൽ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞാൻ പ്ലേ സ്റ്റേഷനിൻ്റെ വീട്ടിൽ കളിക്കുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ TV പിടിച്ചിടിച്ചു. അത് എൻ്റെ കൈ ആകെ മുറിയും മറ്റുമൊക്കെയായി, വലിയ രൂപത്തിൽ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാൻഡേജ് ഉപയോഗിച്ച് പുറത്തിറങ്ങി. ആ ബാൻഡേജ് കിട്ടിയപ്പോൾ എനിക്ക് തോന്നി, ഇത് കൊള്ളാലോ, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, കരീം ബെൻസീമയെ പോലെ ഉണ്ടല്ലോ എന്ന് തോന്നി. അന്ന് എല്ലാവരും എന്നെ കളിയാക്കി തമാശക്ക് KB9 എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ മുതൽ ഞാൻ ഈ കയ്യിലെ കെട്ടൽ ആകെ സ്ഥിരമാക്കിയതാണ് എന്നുകൂടി ഇപ്പോൾ ലാമിനെ യമാൽ പറയുന്നു. ഏതായാലും വേൾഡ് കപ്പ് ജയിച്ചാൽ, സ്പെയിന് വേൾഡ് കപ്പ് ജയിച്ചാൽ താടി വെച്ച യമാൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇപ്പോൾ വലിയ പ്രോമിസായിട്ട് താരം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാത്തിരിക്കാൻ എന്ത് സംഭവിക്കും, സ്പെയിന് വേൾഡ് കപ്പിൽ കിരീടം ചൂടാൻ പറ്റുമോ? വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.